Madre. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ക്രിസ്മസ് വരുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തും, കൂടുതൽ പ്രാർത്ഥിക്കുവാനും ആഹാരത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനും ഒക്കെയായിട്ട് നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഈശോയുടെ തിരുപ്പിറവി അടുക്കുന്തോറും നമ്മുടെ അമ്മമാർക്ക് നമ്മളോടും നമ്മുടെ പള്ളിയിൽ പോകുവാനും നമ്മളോടും ഒക്കെ പ്രത്യേകമായ ഒരു നിർബന്ധവുമായിരിക്കും. ഇന്ന് ഈശോയുടെ അമ്മ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, മകനെ, മകളെ, നിന്റെ കുടുംബം നസ്രത്തിലെ കുടുംബം പോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു ആഗ്രഹം നിറവേറണമെങ്കിൽ നീ നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും വചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. വചനം വായിച്ച് ധ്യാനിച്ച് പഠിക്കുന്ന കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബം പോലെ വിശുദ്ധിയുടെയും സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും വിളനിലമായിരിക്കും. ഈശോസ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അമ്മമാർ നമ്മളോട് പറഞ്ഞു തരുന്നതും ഇതൊക്കെ തന്നെയാണ്. പ്രാർത്ഥിച്ച് അനുദപിച്ച് കുമ്പസാരിച്ചൊക്കെ ആകുമ്പോൾ തിരുക്കുടുംബം പോലെ നമ്മുടെ ഭവനവും ആകണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ നമ്മളിലൂടെ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു മേഖലയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഈ ക്രിസ്മസിന് വേണ്ടി അങ്ങനെ വചനങ്ങളൊക്കെ വായിച്ച് അനുദപിച്ച് കുമ്പസാരിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വചനം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. അങ്ങനെ സങ്കീർത്തനം 128:3 പറഞ്ഞു തരികയാണ്, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ഈ ഒരു മേഖലകളെല്ലാം വചനങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് ക്രിസ്മസിലേക്ക് നമുക്ക് ഒരുങ്ങാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing